മാന്യ പ്രേക്ഷകരെ നമസ്കാരം. എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ വാസ്തുശാസ്ത്രം എന്താണെന്നും അതിന്റെ സത്യം എന്താണെന്നുമാണ്. വാസ്തുശാസ്ത്രം എന്താ എന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വാസ്തുശാസ്ത്രം എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നും നമുക്ക് ഈ ചാനലിലൂടെ മനസ്സിലാക്കാം. വാസ്തുശാസ്ത്രം എന്ന് കേട്ടാൽ പരിഹസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് സമൂഹത്തിൽ കൂടുതൽ പേര്. അതിന് കാരണം സമൂഹത്തിൽ ദിക്കും ദിശയും പോലും അറിയാതെ വാസ്തുവിദഗ്ധൻ എന്ന് ചമഞ്ഞു നടക്കുന്ന ആൾക്കാർ ശരിയായ വാസ്തുശാസ്ത്രം എന്താ എന്ന് പറഞ്ഞു കൊടുക്കാതെയും ശരിയായ വാസ്തുശാസ്ത്രത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാതെയും തെറ്റായ രീതിയിൽ ഭവനം നിർമ്മിച്ചു കൊടുത്ത് മനുഷ്യനെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക്, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ആക്സിഡന്റ്, ദുർമരണം എന്നീ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയും മനുഷ്യർ അമ്പലങ്ങളായ അമ്പലങ്ങളും പള്ളികളായ പള്ളികളിലും പോയി നേർച്ചയും വഴിപാടും ചെയ്ത് ഒരു ഫലവും കാണാത്തപ്പോൾ ദൈവത്തെ തന്നെ പുച്ഛിക്കുകയും ദൈവമില്ല എന്ന് മുദ്ര കുത്തുകയും പിന്നെയാണോ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുകയാണ് ഇന്ന് സമൂഹത്തിൽ. വാസ്തുശാസ്ത്രം എന്നത് യഥാർത്ഥത്തിൽ ഒരു സയൻസാണ്. വാസ് എന്ന് പറയുന്നത് വാസയോഗ്യമായത്, തു എന്നത് ഈശ്വര സാന്നിധ്യം എന്നുമാണ് പറയപ്പെടുന്നത്. പ്രകൃതിയിലെ മനുഷ്യൻ ഉൾപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളും, പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ എന്നീ എല്ലാ ജീവികൾക്കും പ്രകൃതി ഭവന നിർമ്മാണത്തിന് വേണ്ടി അതിൻ്റെതായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം മുനിവര്യന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വാസ്തുശാസ്ത്രം എന്ന പേരിൽ രചിച്ചു വെച്ചിരുന്നു. ഇന്നത്തെ മോഡേൺ യുഗത്തിൽ മനുഷ്യന്റെ അത്യാഗ്രഹത്തിനനുസരിച്ച് വാസ്തുശാസ്ത്രത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ച് ഭവനം നിർമ്മിക്കുകയും തുടർന്ന് ദുർമരണം, ആക്സിഡന്റ്, കലഹം, മാറാരോഗങ്ങൾ, ദുഃഖം, ദാരിദ്ര്യം തുടങ്ങിയ അനേകം പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ പ്രധാന പ്രശ്നങ്ങളാക്കി മാറ്റുകയാണ് മനുഷ്യൻ. ഈ ചാനൽ തുടങ്ങിയതിന്റെ യഥാർത്ഥ ഉദ്ദേശം വാസ്തുശാസ്ത്രത്തിന്റെ യഥാർത്ഥ രഹസ്യം ഓരോ എപ്പിസോഡുകളായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥ വാസ്തുശാസ്ത്രം മനസ്സിലാക്കി നിങ്ങളുടെ ഗ്രഹത്തെ കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതവും തിരിച്ചു പിടിക്കാവുന്നതാണ്. വാസ്തു സംബന്ധമായ ഏതൊരു സംശയങ്ങൾക്കും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.